ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ വ്ളോഗാണ്. ഡിന്നർ കുറച്ചൊന്ന് സ്പെഷ്യലാണ്. നമ്മുടെ ലിവർ കറി വെക്കാൻ പോകാം കേട്ടോ. ലിവർ ശരിക്കും പറഞ്ഞാൽ വരട്ടിയതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പക്ഷേ ഇവിടെ പത്തിരിയിലൊക്കെ നന്നായിട്ട് കറി വേണം. അതുകൊണ്ട് പിന്നെ വരട്ടിയെടുക്കുകയാണെങ്കിൽ പിന്നെ അത്രയും അധികം ഉണ്ടാക്കണം. അതിനോണ്ട് അത്ര റിസ്ക് എടുക്കുന്നില്ല. ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് നമ്മുടെ കറി പോലെ തന്നെ വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആകെയുള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി തൊലിച്ചെടുക്കലാണ്. ചെറിയ ഉള്ളിയാണല്ലോ ലിവറിലേക്ക് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് തൊലിച്ചെടുക്കൽ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളാണ്. സാധാ പോലെ അതും തക്കാളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് വഴറ്റിയിട്ട് പിന്നെ മല്ലിപ്പൊടിയും മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാലയും കുരുമുളകും കൂടി ഇട്ട് നമ്മൾ ലിവറും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ലിവറൊക്കെ വേവിക്കുമ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തും. പിന്നെ ഒരു 10 മിനിറ്റ് ലോ സ്പീഡിൽ വെച്ചാൽ ലിവറൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ തേങ്ങാപ്പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും ജീരകവും കൂടി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ സാധാ പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുന്നതിലേക്ക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ മീൻസ് ബീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇത് എഗാരോൻ്റെ ഒരു സ്റ്റാൻഡ് ബീറ്ററാണ്. നല്ലതാണ് കേട്ടോ. 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. കേക്കിനാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ പൊടി വയ്ക്കാനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ പഴയ സിലിക്കൺ ഷീറ്റ് കീറിയപ്പം പുതിയത് ഒരെണ്ണം വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ആ ബ്ലൂ കാണുന്നത്, ആ വയലറ്റ് കാണുന്നത് അത് കീറിയപ്പം വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഭയങ്കര ചെറുതായിപ്പോയി. അതുകൊണ്ട് എനിക്കത് പൊടി കുഴച്ച് പരത്തി വെക്കാനൊക്കെ ഒരു സൗകര്യക്കുറവ് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് വലുത് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഈ ചെറുത് ഇങ്ങനെ പൊടി കുഴയ്ക്കാനും സുഖമാണ്. അപ്പോൾ ഇതാ പൊടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വക്കൊന്നും കണ്ടിട്ട് നിങ്ങളാരും ചിരിക്കേണ്ട. എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അതുകൊണ്ട് പരത്തി അങ്ങനെയൊക്കെ കളിക്കും. എനിക്ക് പിന്നെ അത്ര പെർഫെക്ഷനൊന്നും ആവശ്യമില്ല. എങ്ങനെയായാലും കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ ലിവർ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടിയൊക്കെ ഇട്ടിട്ട് അതവിടെ സെറ്റാക്കി എടുത്ത് ഇനി പത്തിരി ചുടലാണ് ഇനിയുള്ള പണി. ഈ പത്തിരിയും നമ്മുടെ അരച്ചുട്ടത്തിരിയൊക്കെ പോലെ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഞാനിവിടെ കുറച്ച് ഓയിലൊക്കെ പുരട്ടി ഒന്ന് മൊരിയിച്ചൊക്കെയാണ് എടുക്കുക. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നതിനെ കൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തൊരു നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ഒരു 2-3 പത്തിരി അതിലും ഇട്ടിട്ട് ചൂടാക്കി എടുത്ത് ഇതിലേക്ക് എണ്ണ തേക്കാൻ വേണ്ടി മാത്രം ഇതിലേക്ക് ഇടുക കേട്ടോ. കാരണം മറ്റേത് ഞാൻ ചപ്പാത്തി ചുടുന്ന പാത്രമാണ്, അതിൽ ഞാൻ എണ്ണ തേക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിലോരോന്ന് വേവിച്ചെടുത്ത് പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പണിയും കഴിയും. ഗ്യാസ് ചിലവാണെങ്കിലും പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ പറഞ്ഞു നിൽക്കുമ്പോഴേക്ക് നമ്മുടെ പത്തിരിയും തേങ്ങാപ്പത്തിരിയും ലിവർ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്പെഷ്യലൊക്കെ ആക്കി കഴിക്കുന്നത് രസമല്ലേ.